വിജയിയുടെ റാലി ദുരന്തമായി 6 കുട്ടികൾ ഉൾപ്പെടെ 38 മരണം അട്ടിമറിയെന്ന സംശയം. വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണിപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും വരുന്നത്. തമിഴക വെട്രിക്കഴകം പ്രസിഡന്റ് വിജയിയുടെ റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ട് കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ മരിച്ചു. ഞാൻ ഈ വാർത്ത വായിക്കുമ്പോൾ ലഭ്യമായ വിവരമനുസരിച്ച് കരൂർ മെഡിക്കൽ സൂപ്രണ്ട് നൽകുന്ന ആ വിവരമനുസരിച്ച് ഇതുവരെ 38 പേർ മരിച്ചു. അവരിൽ 6 കുട്ടികളും ഉൾപ്പെടുന്നതായാണ് വിവരം. 12 പേർ അതീവ ഗുരുതരാവസ്ഥയിലാണ്. 58 പേർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ കഴിയുകയാണ്. കൊഴിഞ്ഞു വീണ 3 കുട്ടികളെ ICUവിലേക്ക് മാറ്റിയിട്ടുണ്ട്. മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് റിപ്പോർട്ടുകൾ. കനത്ത ചൂടിലും തിക്കിലും തിരക്കിലും പെട്ട് ആളുകൾ ശ്വാസം മുട്ടി കുഴഞ്ഞു വീഴുകയായിരുന്നു. നടൻ വിജയുടെ കരൂർ റാലിക്കിടെയാണ് ഞെട്ടിക്കുന്ന ഈ സംഭവം ഉണ്ടായത്. സംഭവത്തെ തുടർന്ന് വിജയ് പ്രസംഗം പൂർത്തിയാക്കാനാവാതെ കാരവാനിലേക്ക് മടങ്ങി. സംഭവത്തിൽ വിജയ്ക്കെതിരെ കേസെടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അവസരം പാർത്തിരുന്ന സ്റ്റാലിന് ഒരു മികച്ച അവസരമായി ഈ ദുരന്തം. ഇതിൻ്റെ പിന്നിൽ അട്ടിമറിയുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് 30,000-ലധികം പേർ ഒഴുകിയെത്തിയ ഈ റാലി സംഘടിപ്പിക്കപ്പെട്ടത്. ഇന്ന് വേലുച്ചാമിപുരത്തേക്ക് വിജയുടെ കോൺവോയ് എത്തിയപ്പോഴാണ് അപകടമുണ്ടായത്. കൊഴിഞ്ഞു വീണവരെ വിജയ് സംസാരിക്കുമ്പോൾ തന്നെ ആംബുലൻസുകൾ വന്ന് കൊണ്ടുപോയി. അതിനിടെ വിജയ് പ്രസംഗം അവസാനിപ്പിക്കുകയായിരുന്നു. വിജയുടെ സംസ്ഥാന പര്യടനം ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 13-ന് തിരുച്ചിറപ്പള്ളി അറിയാളൂരിൽ നിന്നാണ് തുടങ്ങിയത്. മണിക്കൂറുകൾ നീണ്ട ഗതാഗത തടസ്സവും ആൾക്കൂട്ടവും കാരണം ആദ്യ റാലി തന്നെ അലങ്കോലമായിരുന്നു. ഡിസംബർ 20-ന് പര്യടനം തീരുമെന്നാണ് ആദ്യം തീരുമാനിച്ചിരുന്നത്. എന്നാൽ ജനുവരിയിലേക്ക് വരെ പര്യടനം നീളുമെന്ന് കഴിഞ്ഞ ദിവസം TVK അറിയിക്കുകയായിരുന്നു. 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിജയ് നടത്തുന്ന സംസ്ഥാനതല പ്രചരണത്തിന്റെ ഭാഗമായി ആയിരുന്നു കരൂരിലെ ഈ റാലി. കനത്ത തിരക്കിനെ തുടർന്ന് നിരവധി പേർ ബോധരഹിതരായി വീണതോടെ വിജയ്ക്ക് താൽക്കാലികമായി പ്രസംഗം നിർത്തേണ്ടി വന്നു. ജനാവലി വർദ്ധിക്കുകയും തിക്കും തിരക്കും കൂടുകയും ചെയ്തതോടെയാണ് പാർട്ടി പ്രവർത്തകരും കുട്ടികളുമടക്കം ബോധക്ഷയം വന്ന് കുഴഞ്ഞു വീണത്. ഇതോടെ വിജയ് പ്രസംഗം നിർത്തിവെച്ച് ആളുകളോട് ശാന്തമാകുവാൻ ആവശ്യപ്പെടുകയും ആവശ്യപ്പെട്ടവർക്ക് സഹായം എത്തിക്കുവാൻ ആംബുലൻസുകൾക്ക് നിർദ്ദേശം നൽകുകയും വഴി നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഈ ആശയക്കുഴപ്പങ്ങൾക്കിടയിൽ 9 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ കാണാതായതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. തുടർന്ന് കുട്ടിയെ കണ്ടെത്തുവാൻ സഹായം ചെയ്യണമെന്ന് പോലീസിനോടും പ്രവർത്തകരോടും വിജയ് പരസ്യമായി അഭ്യർത്ഥിച്ചു. ഇതിനിടെയാണ് ആളുകൾ ശ്വാസം കിട്ടാതെ കുഴഞ്ഞു വീണത്. വിവരമറിഞ്ഞ് സെന്തിൽ ബാലാജി കരൂർ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. ആരോഗ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും അടക്കം ക്രമസമാധാന ചുമതലയുള്ള ADGPയും കരൂരിലെത്തി. തിക്കിലും തിരക്കിലും പെട്ട് പലരും കുഴഞ്ഞു വീഴുന്നതിനാൽ പ്രസംഗത്തിനിടെ വിജയ് TVK നേതാക്കളോട് ആംബുലൻസ് വിളിക്കുവാൻ ആവശ്യപ്പെട്ടിരുന്നു. വിജയ് ഇടയ്ക്ക് ആൾക്കൂട്ടത്തിലേക്ക് വെള്ളക്കുപ്പികളും മറ്റും എറിഞ്ഞു കൊടുത്തിരുന്നു. ജനക്കൂട്ടം നിയന്ത്രണാതീതം ആയതോടെ പോലീസിന്റെ സഹായം ആവശ്യപ്പെട്ട വിജയ് പ്രസംഗം അവസാനിപ്പിച്ച് കാരവാനിലേക്ക് മടങ്ങി. റാലിയിൽ ഇത്രയേറെ ജനം അണിനിരക്കുന്നത് അപകടത്തിന് കാരണമാകില്ലേ എന്നും ആളുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്താകുമെന്നും മദ്രാസ് ഹൈക്കോടതി കഴിഞ്ഞയാഴ്ച ചോദിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ വൻ ദുരന്തം. ഇത്തരം റാലികളും പൊതുയോഗങ്ങളും സംഘടിപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും സംഘടനകളിൽ നിന്നും പൊതു സ്വകാര്യ സ്വത്തുക്കൾക്ക് സംഭവിക്കാവുന്ന നാശനഷ്ടങ്ങളുടെ നഷ്ടപരിഹാരം എന്നോണം മുൻകൂറായി പണം വാങ്ങുവാൻ സർക്കാരിന് കോടതി നിർദ്ദേശവും നൽകിയിരുന്നു. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ സംസ്ഥാന സർക്കാരിലെ 2 മന്ത്രിമാരെ കരൂരിലേക്ക് അയച്ചിട്ടുണ്ട്. തിരുത്തിയിൽ നിന്ന് 24-ഉം സേലത്ത് നിന്ന് 20 ഡോക്ടർമാരെ കരൂർ മെഡിക്കൽ കോളേജിലേക്ക് അടിയന്തരമായി അയച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് മന്ത്രി നേരിട്ട് സ്ഥിതി വിലയിരുത്തുന്നുണ്ട്. പരിക്കേറ്റ 50-ലേറെ പേർ ഇപ്പോഴും ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടതായാണ് വിവരം. മരണസംഖ്യ ഇനിയും ഉയരുമെന്നും ആശങ്കയുണ്ട്. ഈ രാഷ്ട്രീയത്തിലിറങ്ങുന്ന നടന്മാർ ദയവായി ഒരു കാര്യം മനസ്സിലാക്കണം. സിനിമയല്ല ജീവിതം, രാഷ്ട്രീയം. അഭിനയം ആളുകളുടെ ജീവനെടുക്കരുത്. വേണ്ട സുരക്ഷാ മുൻകരുതലുകൾ ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് പ്രാഥമികമായി തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും വിജയുടെ പാർട്ടിയുടെ ഭാവി ഇനി എന്താകുമെന്ന് കണ്ടറിയാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.